ഓം നമോ ഭഗവതേ വാസുദേവായ. രുദ്രാപസൃഷ്ട ഭയദാകൃതി രുദ്രസംഘ സംഭൂര്യമാണ ഭുവനത്രയ ഭേദചേതാ മാ പ്രജാസൃജ തപകച്ചര മംഗളായ ഇതി ആചഷ്ടതം കമലഭൂഹോ ഭവധീരിതാത്മാ. രുദ്രാഭിസൃഷ്ട, രുദ്രനെ മറ്റും സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മാവ് ഭയദാകൃതി, പേടി തോന്നുന്ന ആ ഒരു ശരീരങ്ങൾ, സൃഷ്ടികൾ നടത്തുന്ന സമയത്തുള്ള ആ ഒരു ഭയം തോന്നുന്ന ശരീരങ്ങളെ കണ്ടിട്ട് രുദ്രന്മാരുടെ സംഘ, കൂട്ടം, സമ്പൂര്യമാണ്, നിറഞ്ഞു നിൽക്കുന്ന, ഭുവനത്രയം, 3 ലോകങ്ങളിലും, ഭീതചേത, പേടിയുള്ള മനസ്സ്, മാ അരുത്, മാ അരുത്, പ്രജാസൃജ, പ്രജാസൃഷ്ടി, തപഹ, തപസ്, ചര, ചെയ്താലും, മംഗളായ, ലോക നന്മയ്ക്കായി, ഇതി, ഇങ്ങനെ, ആചഷ്ട, പറഞ്ഞതിനു ശേഷം, തം, രുദ്രനോട്, കമലഭൂഹു, കമലത്തിൽ ജനിച്ച ആ ബ്രഹ്മാവ്, ഭവഭീരിതാത്മാ, ഭഗവാൻ പ്രേരിപ്പിച്ചതനുസരിച്ചുള്ള ആ ആത്മാവ്, അതായത് ബ്രഹ്മാവ്. ഈ ദശകത്തിൽ നമ്മൾ ബ്രഹ്മാവിന്റെ സൃഷ്ടിഭേദങ്ങളെ കുറിച്ചാണ് കാണുന്നത്. ഈ ശ്ലോകത്തിൽ അങ്ങനെ ബ്രഹ്മാവ് ആ രുദ്രനെ എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം അവർക്ക് 11 വീതമുള്ള പങ്കിട്ട് കൊടുക്കുകയും വ്യത്യസ്ത ശരീരങ്ങളെ കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള എല്ലാവിധ സ്ഥാനങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ വനിതകളെ കൊടുക്കുകയും അവർക്ക് സൃഷ്ടികർമ്മങ്ങൾ നടത്തുവാനുള്ള പ്രേരണ കൊടുക്കുകയും ചെയ്തപ്പോൾ ആ രുദ്രനും മറ്റും എല്ലാവരും സൃഷ്ടിച്ചത് പേടി തോന്നുന്ന ശരീരങ്ങളെയാണ്. അവർ ആ ഒരു കൂട്ടത്തെ 3 ലോകങ്ങളിലും കാണാൻ സാധ്യമായി. അപ്പോൾ ആ ബ്രഹ്മാവ് അവരോട് അരുത് അരുത്, പ്രജാസൃഷ്ടി നിർത്തണം എന്ന കാര്യം പറയുകയും ലോക നന്മയ്ക്ക് വേണ്ടി അവരോട് തപസ് ചെയ്യുവാൻ പറയുകയും ചെയ്തു ആ ബ്രഹ്മാവ്. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിൽ പ്രേരിപ്പിച്ചതനുസരിച്ചാണ് ആ ബ്രഹ്മാവ് രുദ്രൻ മറ്റുള്ളവരോട് ചേർന്ന് ഈ സൃഷ്ടികർമ്മങ്ങൾ നിർത്തുകയും അതിനുശേഷം ആ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി തപസ് ചെയ്യുകയും വേണമെന്ന് അവരോട് പറഞ്ഞത്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ വിശദീകരണം. രുദ്രാഭിസൃഷ്ട ഭയദാകൃതി രുദ്രസംഘ സംഭൂര്യമാണ ഭുവനത്രയ ഭീതചേതാഃ മാ പ്രജാസൃജത്തപശ്ചര മംഗളായേതി ആചഷ്ടതം കമലഭൂർ ഭവധീരിതാത്മാ. ശ്രീകരേ നമഃ, ശ്രീകരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. താങ്ക് യു.